ചിലത് ഒത്തീർപ്പാവും, ചിലത് പിണങ്ങി രണ്ടു വഴിക്ക് പോവും. 6 മാസം കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ വന്നു, അതും ആ കാലാവധി തീരുന്ന ദിവസം തന്നെ. അതിന്റെ അർത്ഥം നിങ്ങൾ ഇതുവരെ ഒരു ഭാര്യാഭർത്തൃ ബന്ധം തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നിങ്ങളെടുത്ത് ഇനി ഞാൻ എന്തു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അല്ല, ഇപ്പൊ ഇനി അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇതിൽ ഒപ്പിട്ടിട്ട് നിങ്ങൾ വയ്ക്കോ, ബാക്കി കോടതി കാണാം. അർച്ചന, ഒരു 2 മിനിറ്റ് പുറത്തേക്കാവോ? അതായത് മിസ്റ്റർ സച്ചിദാനന്ദൻ, ഈ ഡിവോഴ്സ് നിങ്ങളെ കൊണ്ട് ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിക്കുന്നതാണോ? അല്ല, ഇത് ഞാനെടുത്ത തീരുമാനം. സ്വയം എടുത്ത തീരുമാനമാണല്ലേ? അതായത് അർച്ചനയ്ക്ക് ഒരു താല്പര്യമില്ലെന്നർത്ഥം അല്ലേ? അർച്ചന ഇത്രയും സ്നേഹിക്കുന്ന സച്ചിദാനന്ദൻ എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? താനീയിരിക്കുന്ന പേപ്പറിലൊന്ന് സൈൻ ചെയ്യുന്നതോടെ പിന്നെ കോടതി വരാന്തയായി, കൗൺസിലിംഗ് ആയി, ഡിസ്പ്യൂട്ടായി, മൊത്തത്തിൽ പ്രശ്നമോ? അല്ല, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? നിങ്ങളെ 2 പേരെയും കണ്ടാൽ തന്നെ അറിയാം, നിങ്ങൾക്ക് 2 പേർക്കും ഇതിനകത്ത് ഒരു താല്പര്യമില്ല. കാരണം സച്ചിദാനന്ദൻ അത്രയ്ക്ക് അർച്ചനെ സ്നേഹിക്കുന്നുണ്ട്. അർച്ചന തിരിച്ചു. അന്ന് ചേച്ചിയെ വന്ന് കണ്ടപ്പോഴുള്ള അതേ മാനസികാവസ്ഥയിലാണോ സച്ചിദാനന്ദൻ എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനീ പറഞ്ഞതിന് കാരണം മനസ്സിലാവും. ഇരിക്ക്. മറ്റൊരു പെൺകുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് ചേച്ചിക്ക് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. ഇപ്പോഴും സച്ചിദാനന്ദൻ ആ ബന്ധത്തിൽ തന്നെയാണോ? സത്യം പറഞ്ഞ എനിക്കൊന്നും അറിയില്ല സർ. ഇനിയും അതിനുവേണ്ടി കാത്തിരിക്കണോ, അതോ കൂടെയുള്ളതിന് ചേർത്ത് പിടിക്കണമെന്ന ആശയക്കുഴപ്പം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ എനിക്കതില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അർച്ചന എന്നെ സ്നേഹിക്കുന്നുണ്ട്, മറ്റാരെക്കാളും മനസ്സിലാക്കുന്നുണ്ട്. 6 മാസത്തിന് ശേഷം ഇങ്ങനൊരു വേർപിരിയൽ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും ഞാൻ പലതവണ ഓർമ്മിപ്പിച്ചിട്ടും അർച്ചന എന്നെ ഒരുപാട് സ്നേഹിച്ചു. ആ സ്നേഹമാണ് ഒരൊപ്പുകൊണ്ട് ഞാൻ ഇല്ലാതാക്കാൻ പോകുന്നത്. മുൻപെന്നോ അർച്ചനയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാണ്, കാലാവധി കഴിഞ്ഞ് അയാളെ ഞാൻ സ്വതന്ത്രയാക്കുമെന്ന്. പക്ഷേ
എനിക്ക് അതിനിപ്പോ പറ്റുന്നില്ല സർ. അല്ല, അതിന് നിങ്ങൾ പിരിയണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ലേ? പിരിയണമെന്ന് ആഗ്രഹിക്കാൻ നിങ്ങൾ പോലും. അർച്ചനയ്ക്കൊരു വാക്ക് കൊടുത്തതിന്റെ പേരിൽ സച്ചിദാനന്ദന് ഇഷ്ടമില്ലാത്തൊരു തീരുമാനം എടുക്കരുത്. സച്ചിദാനന്ദൻ ഒന്നുകൂടെ നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കും. താൻ താലി കെട്ടിയ തന്നെ സ്നേഹിക്കുന്നൊരു ഭാര്യ വേണോ, അതോ പണ്ടെന്നോ സ്നേഹിച്ചിരുന്നൊരു കാമുകയെ വേണോ? അർച്ചന, അർച്ചന, സച്ചിദാനന്ദൻ തീരുമാനിച്ചു കഴിഞ്ഞു വേർപിരിയണമെന്ന്. ഈ ഫോമിൽ സൈൻ ചെയ്യുകയും ചെയ്തു. ഇനി അർച്ചനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ എന്ത് പറയാനാ സർ? സച്ചേനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? ഒരു കുറ്റബോധം ഇല്ലാതെ ഒപ്പിട്ട് തന്നെങ്കിൽ ഞാനിനി സ്നേഹത്തിനും പരിഗണനയ്ക്ക് യാചിച്ചിട്ട് എന്താ കാര്യം? ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് എന്നെ പോലെ സച്ചേട്ടനും അറിയാം. മനസ്സ് തകർന്ന് ഞാൻ നിൽക്കുന്നത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ഈശ്വരന് മനസ്സിലാവും. ആ ഫോം ഇങ്ങ് തരണം സർ. ആ ആഗ്രഹം സച്ചിദാനന്ദനുണ്ടായത് അർച്ചനയുടെ സ്നേഹം കൊണ്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി കാണേണ്ട അവസ്ഥ വരില്ല എന്നർത്ഥം.
ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ആ വൈകി വന്ന തിരിച്ചറിവിൽ നിന്ന് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. വക്കീലിനോട് ഒരിക്കലും പിരിയണ്ടെന്ന് സച്ചേട്ടൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതുവരെയുള്ള ജീവിതം തന്നെയാണ് ഇനി അങ്ങോട്ടെങ്കിൽ സച്ചേന്റെ ഈ തീരുമാനം തെറ്റാണെന്ന് ഞാൻ പറയൂ. ഇന്നൊരു ദിവസം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കായിരുന്നു. ഇതുപോലെ മറ്റൊരു ദിവസം ഇനി ഉണ്ടാവില്ല എന്ന് സച്ചേട്ടന് പറയാൻ പറ്റുമോ? പറ്റും. ഇടയ്ക്കിടയ്ക്കുള്ള എന്റെ മനമാറ്റത്തെക്കുറിച്ചാണ് അർച്ചന ഇപ്പോൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. മനഃപൂർവ്വം അല്ലെങ്കിലും അത് അർച്ചനെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. ഒരു തവണത്തേക്ക് കൂടി എന്നെ അർച്ചന വിശ്വസിക്കണം. ആ വിശ്വാസമാണ് ഇനി നമ്മൾ ഒരു താനില്ലാതെ എനിക്ക് പറ്റില്ലടോ. ഞാനിപ്പോ പറഞ്ഞത് താൻ ഏത് രീതിയിലാ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ആകാശത്തോളം എന്നെ സ്നേഹിച്ചും ഭൂമിയോളം എന്നെ ക്ഷമിച്ചും അർച്ചന എന്റെ മുമ്പിൽ ഇത്രയും നാളും ജീവിച്ചു. തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും എന്നെ വിടാതെ പിന്തുടർന്ന് സ്നേഹിച്ചു. അങ്ങനെയുള്ള തന്നെ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചാല് ഞാനൊരു മനുഷ്യനെന്ന് പറയുന്നതിൽ എന്ത് കാര്യം? തെറ്റെല്ലാം എന്റേതാണ്. അതെല്ലാം സമ്മതിക്കുന്നതോടൊപ്പം അതൊക്കെ തിരുത്താനുള്ള അനുവാദവും അർച്ചന എനിക്ക് തരണം. പശ്ചാത്താപത്തിൽ നീറിപ്പുകഞ്ഞ് ഇങ്ങനൊരു തീരുമാനം എടുത്തതുകൊണ്ടാവും എനിക്കിതൊക്കെ അർച്ചനയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞതും ചെയ്തതും എല്ലാം ഒരിക്കലും അർച്ചനയ്ക്ക് മറക്കാൻ പറ്റുന്നതല്ലെന്ന് എനിക്കറിയാം. യോഗ്യതയില്ലാത്തോണ്ട് ഞാൻ മാപ്പ് പറയുന്നില്ല. എനിക്ക് തന്നെ വേണം. അതെനിക്ക് അപരിചിതയായ അർച്ചന എന്ന രീതിയിലല്ല, ഞാൻ അറിയുന്ന, എന്നെ അറിയുന്ന എന്റെ ഭാര്യയായിട്ട്. പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന രണ്ടുപേരെ ഈശ്വരൻ ചേർത്ത് വയ്ക്കൂ. അവരുടെ ചിന്തകളും പ്രവൃത്തികളുമാണ് പിന്നീട് അവരുടെ ജീവിതം നിർണ്ണയിക്കുന്നത്. നമ്മുടെ വിവാഹവും അത് കഴിഞ്ഞുള്ള വേർപിരിയൽ തീരുമാനവും 6 മാസ കാലാവധിയുമെല്ലാം നമ്മൾ ഒരിക്കലും പിരിയാതിരിക്കാനുള്ള ഈശ്വരന്റെ പദ്ധതിയാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അതേ രീതിയിൽ അർച്ചനയെ മനസ്സിലാക്കിയ സന്തോഷം നിറഞ്ഞതാവും നമ്മുടെ ജീവിതമെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. പിരിയണ്ട എന്നുള്ളത് എന്റെ തീരുമാനമാണ്. അർച്ചനയ്ക്ക് മറ്റൊരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. എന്ന് സച്ചേന്റെ തീരുമാനത്തിനൊപ്പമേ ഈ അർച്ചന നിന്നിട്ടുള്ളൂ. വേർപിരിയാന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇതിന് നിൽക്കാത്തത് അതുകൊണ്ട് തന്നെയാ. ഇനി ഒരിക്കലും പിരിയണ്ട എന്ന തീരുമാനം സച്ചേട്ടൻ എന്നോട് പറയുമ്പോൾ ഞാൻ എത്രയോ തവണ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ കേട്ട് സന്തോഷത്തില ഞാനെന്നറിയോ. മറ്റെല്ലാം മറക്കാം, പക്ഷെ ഞാനല്ലാതെ മറ്റൊരാൾ ഇനി സച്ചേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് വാക്ക് തരണം. എന്താ പറ്റുമോ?
കാരണം ഇനിയും സച്ചേന്റെ സ്നേഹം പങ്കുവെക്കേണ്ടി വരരുത്. അല്ലെങ്കിൽ രണ്ട് വള്ളത്തിൽ കാല് വെക്കുന്ന പോലുള്ള ജീവിതം അവസാനിപ്പിച്ച് മുഴുവനായും സച്ചേൻ എന്നെ വിട്ടു പോണം. ഞാൻ സ്നേഹിക്കുന്ന ആള് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കുറെ വിഷമമുള്ള കാര്യം സച്ചേട്ടാ. മറ്റൊരാളെ സ്നേഹിക്കുന്ന ആള് എപ്പോഴെങ്കിലും എന്നെ സ്നേഹിക്കുമെന്ന് പ്രാർത്ഥിച്ചും കാത്തിരുന്നു. ഇനി എൻ്റെ ജീവിതം കളയാൻ ഞാൻ ഒരു കൊല്ല. നെല്ലിശ്ശേരി വീട്ടിൽ ഒരു അനഘയുടെ ആവശ്യമുള്ളൂ. ഞാൻ ഇനി ഈ ജീവിതം തുടർന്നോ അനഘയും അർച്ചനയും തമ്മിൽ എന്ത് വ്യത്യാസോ? അനഘയെ സന്ദീപ് വിവാഹം കഴിച്ചില്ലെന്ന് പറയാം. എൻ്റെ കാര്യം അങ്ങനെയാണോ സച്ചേട്ടാ? തീരുമാനിച്ചതാ ഞാൻ. എന്നിട്ടും എൻ്റെ കണ്ണുകളിപ്പം നിറയുന്നത് എൻ്റെയും സച്ചേൻ്റെയും ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാ. താളം പിഴച്ച എൻ്റെ ജീവിതം അതേ തോതിലാണ് ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്കത് തോരാ കണ്ണീരാവുന്നുള്ളത് തീർച്ചയാണ്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ സച്ചേൻ്റെ കയ്യിൽ മറുപടി ഉണ്ടെങ്കിൽ, അതെനിക്ക് അനുകൂലമാണെങ്കിൽ അർച്ചന ഇന്നു മുതൽ നെല്ലിശ്ശേരിയിലുണ്ടാവും. അതല്ല മറിച്ചാണെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് ഒരു കോടതിയുടെ നിയമത്തിന്റെ സഹായമില്ലാതെ നമുക്ക് പിരിയാം. ഇതിപ്പോ ഞാൻ പറയുന്നത് പിന്നീട് ഒരിക്കലും എനിക്കിത് സച്ചേനോട് പറയാൻ പറ്റില്ലെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാ. ഒരു പരാതി ഇല്ലാതെ തന്നെ ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം. അർച്ചന മതി, അങ്ങനെ ഞാൻ ഒഴിവാക്കുന്നില്ല അർച്ചനെ. താൻ ചോദിച്ച എല്ലാ ചോദ്യത്തിനും എന്റെ കയ്യിൽ ഉത്തരവുണ്ട്. അതെല്ലാം ചേർത്ത് ഒറ്റ വരിയിൽ ഞാൻ മറുപടി പറയാം. ഐ ലവ് യു അർച്ചന. ഐ ലവ് യു a lot. ഇവിടെ വെച്ച് ഒരു വാക്കുകൂടി ഞാൻ തരാം. അർച്ചനയല്ലാതെ മറ്റൊരു പെൺകുട്ടി സച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഏത് സാഹചര്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഞാൻ തന്നോടൊപ്പം ഉണ്ടാവും. മരണം എന്ന വേർപിരിയലിലല്ലാതെ ഞാൻ തന്നെ വിട്ടു പോവില്ല. ഇത് തനിക്ക് ഞാൻ ഹൃദയം കൊണ്ട് തരുന്ന സത്യം. ബാക്കി തന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ പോകുന്നത് ജീവിതം കൊണ്ടാണ്. തനിക്ക് എന്നെ വിശ്വസിക്കാം. എന്റെ